ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് KCL കേരള ക്രിക്കറ്റ് ലീഗ്. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ട് ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ലാലേട്ടനാണ് KCL കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഈ വർഷം സഞ്ജു സാംസണും ഉണ്ട് ബ്രാൻഡ് അംബാസഡർ. ഇവർ തമ്മിലുള്ള ഒരു പ്രൊമോ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. പ്രൊമോ വീഡിയോ ഒക്കെ കിടിലനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പ്രൊമോ വീഡിയോ നല്ല അവർ തമ്മിലുള്ള സംഭാഷണം എല്ലാം കിടിലനായിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടൻ പറയുന്നുണ്ട്, ലാലേട്ടന് ക്രിക്കറ്റ് കളിയെ പറ്റി പറയുമ്പം ലാലേട്ടൻ പറയുന്നുണ്ട്, ഞാനായിരുന്നു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ക്യാപ്റ്റനായിരുന്നു, ഓർമ്മിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ആ സംഭവം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് അവസാനം വരുന്ന കാണുകയും ചെയ്യുക. ലാലേട്ടൻ പറഞ്ഞ ആ ഓർമ്മിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ സംഭവം എന്തുവാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഇപ്പോഴും ഉണ്ട്. 2009 എങ്ങാണ്ടാ തോന്നി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളം വരുന്നത് കേരളത്തിലെ കുറേ ബാറ്റ് പിടിക്കാൻ അറിയാത്ത കുറേ ആക്ടർമാരുണ്ട്. അപ്പോൾ അവരുടെ കളി കാണുമ്പോഴേ അറിയാം, അവർക്ക് ബാറ്റിംഗ് ചെയ്യാൻ അറിയത്തില്ല, ബോളിംഗ് ചെയ്യാൻ അറിയത്തില്ല, ക്യാച്ച് എടുക്കാനും അറിയത്തില്ല, ഫീൽഡ് ചെയ്യാൻ അറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്ന് നമുക്ക് അവരുടെ മൂവ്മെൻറ്റ് കാണുമ്പോഴേ അറിയാം. അത്യാവശ്യം അതിനകത്ത് കേരളത്തിൽ കളിക്കുന്നതെന്നുള്ളതെന്ന് പറഞ്ഞാൽ രാജേഷ് പിള്ളയും വിവേക് ഓബൻ, അവരൊക്കെ ട്രെയിനിങ് ചെയ്യുന്നവരാ. പിന്നെ സുമേഷ് എന്ന് പറയുന്ന ഒരു 1-2 സീസണിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവർ 3 പേരെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്റ് പിടിക്കാൻ പോലും അറിയാത്ത കുറേ എണ്ണമാണ് നിന്നിട്ടുള്ളത്. നമുക്ക് വെറുപ്പീര് തോന്നിപ്പോവും. അപ്പം ഈ ലാലേട്ടൻ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ 2012 ഈ ലാലേട്ടൻ ബ്രാൻഡ് അംബാസഡർ അല്ല, ക്യാപ്റ്റനായിട്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ ക്യാപ്റ്റനായിട്ട് വരുന്നത്. ജനുവരിയിലാണ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളം ആദ്യമായിട്ട് അരങ്ങേറ്റം കുറിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു. ഇതിന് മുമ്പ് തമിഴ് വരെ വന്നിട്ടുള്ളൂ, കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പം മലയാളികൾക്കെല്ലാം ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു ഈ സിനിമാ നടന്മാരുടെ ക്രിക്കറ്റ് കളി ഒന്ന് കാണണം. ശനി ഞായറുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ +2 പഠിക്കുന്ന സമയം, പ്ലസ് ടുവിൻ്റെ എക്സാം സമയം 2012 ജാനുവരി, മാർച്ചിലായിരുന്നു എക്സാം. അപ്പം ജാനുവരിയിലാണ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ്. എനിക്കൊന്ന് ശനി ഞായറും മാത്രമുണ്ട്, അല്ല 1-2 ഒരു മാസത്തോളം കണ്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്കത് വലുതായിട്ട് ഓർമ്മയില്ല. പക്ഷേ ഈ ലാലേട്ടൻ്റെ കളി എനിക്ക് ഓർമ്മയുണ്ട്. ലാലേട്ടൻ ആദ്യമായിട്ട് ബോളിംഗ് ചെയ്യാൻ വരുന്നു. അന്ന് നമ്മൾ കാണാൻ വരുന്നുണ്ട്. ലാലേട്ടൻ ബോളിംഗ് ചെയ്യാൻ വരുന്നു, ഒരു ഓവർ എറിയുന്നു പറഞ്ഞാൽ അതിനകത്ത് 3 വൈഡ്. ആദ്യത്തെ 3 വൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, റിപ്പീറ്റ് ബോളാണ്. 3 വൈഡ്, 3 4, 1 6. അങ്ങനെ ലാലേട്ടൻ കൊടുത്ത റൺസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിൽ എനിക്ക് തോന്നുന്നു 20+ റൺസ് എങ്ങാണ്ട് ലാലേട്ടൻ ഒരു ഓവറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലൊക്കെ സെലക്ട് ആക്കുമ്പോഴേ ഈ ക്യാപ്റ്റനായിട്ടൊക്കെ പോകുമ്പോഴും ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം നമുക്കറിയാം. ഇപ്പം KCLൻ്റെ ബ്രാൻഡ് അംബാസഡർ, KSRTCയുടെ ബ്രാൻഡ് അംബാസഡർ, ഇപ്പം ബിഗ് ബോസിനകത്ത് ആങ്കർ, അങ്ങനെ ആൾക്കാരെ എല്ലാ മേഖലയും ചുമ്മാ പോയി അങ്ങ് എടുത്ത് നോക്കുക. ഈ ക്രിക്കറ്റ് ലാലേട്ടൻ ബോൾ എറിയുമ്പോഴേ അറിയാം ലാലേട്ടൻ്റെ ക്രിക്കറ്റ് കളിക്കാൻ അറിയത്തില്ലെന്ന്. ബോൾ എറിയുമ്പോഴേ അറിയാം. ലാലേട്ടൻ ബാറ്റ് ചെയ്യുമ്പോഴേ, ബാറ്റ് പിടിക്കുന്ന കാണുമ്പോഴേ അറിയാം ലാലേട്ടൻ്റെ ബാറ്റ് പിടിക്കാറ്. ലാലേട്ടൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ KCLനകത്തുള്ള സെലിബ്രിറ്റി ക്രിക്കറ്റ് ലൈനകത്തുള്ള എല്ലാ ആക്ടർമാരുടെയും ബാറ്റ് പിടിക്കാൻ പോലും അറിയത്തില്ലെന്ന് നമുക്ക് അവരുടെ മൂവ്മെൻറ്റ് കാണുമ്പോൾ അറിയാം. അപ്പോൾ അതല്ല ഇപ്പം പറഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞാൽ ഓർമ്മിപ്പിക്കല്ലേ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം പിടിക്കില്ല, ഓരോ ഓവറിൽ ലാലേട്ടൻ കാണിച്ചു വിട്ട പരിപാടി. അത് കഴിഞ്ഞിട്ട് അടുത്ത മാച്ചിലും കണ്ടാൽ തോന്നുന്നു ലാലേട്ടന് ബാറ്റിംഗ് കിട്ടി. ഇതുവരെ ലാലേട്ടന് ബാറ്റിംഗ് കിട്ടിയിട്ടില്ലായിരുന്നു. ബാറ്റിംഗ് ലാസ്റ്റ് എന്തുപോലും രണ്ടാമത്തെ കളിയായിരുന്നു, രണ്ടാമത്തെ ബാറ്റിംഗ് ആയിരുന്നു CCL കേരള ബ്ലാസ്റ്റേഴ്സിനുള്ള. അപ്പോൾ അങ്ങനെ ലാലേട്ടന് ലാസ്റ്റ് എന്തുപോലെ ആ കളി ഇപ്പം 6 അടിച്ചാലും കേരളം ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതേപോലത്തുള്ള രീതിയിലാണ് നീങ്ങിട്ടുള്ളത്. അപ്പോൾ ലാലേട്ടനാണ് ലാസ്റ്റ് ബോളിൽ ഇറങ്ങുന്നത്. ലാസ്റ്റ് ബോളിൽ ലാലേട്ടൻ ബാറ്റ് ചെയ്യുന്നു, സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ലാലേട്ടന് ഓടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടനെ റണ്ണർ നിർത്തും, റണ്ണറായ മണിക്കുട്ടൻ. അപ്പം ലാലേട്ടൻ കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ ബോൾ എന്തുവായാലും എതിരെ നിൽക്കുന്ന ആൾ എന്തുവരെ ഇട്ട് കൊടുക്കുക. അപ്പം ഈ കേരളം എറിയുന്ന ബോളായാലും നമുക്കായാലും പോയ സെഞ്ചുറി അടിക്കുക. അതേപോലെയുള്ള രീതിയിലാണ് ലാലേട്ടൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ ആട്ടി ഇട്ട് കൊടുക്കുമ്പോൾ ഈ ലാലേട്ടൻ സൂക്ഷിച്ച് നോക്കി എന്നിട്ട് ഒറ്റ വീശ. ആ വീശ് ബോളെ കൊണ്ടില്ല, നേരെ ഒന്ന് പാടെ തട്ടിയിട്ട് സൈഡിലോട്ട് പോയി. അപ്പം ആ വീശ് കണ്ടു കഴിഞ്ഞാൽ 6 പോകുന്നു തോന്നുന്നു. പക്ഷേ ബോൾ കൊണ്ടില്ല, അത് പെരുക്കെ വരുന്നത്, ബോൾ കൊണ്ടില്ല, പാടെ കൊണ്ടിട്ട് സൈഡിൽ പോയി. സൈഡിലോട്ട് പോയപ്പം അതിപ്പോൾ ഓടിയെടുത്താൽ ഒരു റണ്ണ് കിട്ടും. അതുപോലെ ജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ മണിക്കുട്ടൻ ഇറങ്ങി, റണ്ണറാണെന്നില്ല, ലാലേട്ടൻ്റെ റണ്ണറാണ്. മണിക്കുട്ടൻ ഇറങ്ങി ഓടി അപ്പുറത്തെ ലൈനിൽ ചെല്ലുന്നതിന് മുന്നേ ലാലേട്ടൻ അപ്പോഴാണ് അറിയുന്നത് ബോൾ അങ്ങോട്ട് പോയത്. അപ്പം ലാലേട്ടനെ നോക്കിയിട്ട് ലാലേട്ടൻ ഇറങ്ങി കൂടെ ഓടി. അങ്ങനെ ലാലേട്ടൻ കൂടെ ഓടി ലാലേട്ടനെ പിടിച്ച് റണ്ണൗട്ടാക്കിയിട്ടുണ്ട്. അതാണ് ലാലേട്ടൻ കാണിച്ച മണ്ടത്തരം. അത് ഓർമ്മിപ്പിക്കലെന്ന് പറഞ്ഞ സംഭവം ഇതാണ്. എന്നിരുന്നാലും
സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീസിൽ നല്ല ബാറ്റ്സ്മാൻമാരൊക്കെ ഉണ്ട്. അത് കേരളത്തിലല്ല, കേരളത്തിലുണ്ട്. രാജേഷ് പിള്ളയും വിവേക് ഓബ എനിക്കൊന്ന് ബാറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ബോളിംഗ് കിട്ടിനായിട്ട് ചെയ്യും. സുമേഷ് അവർക്കൊന്നും വലിയ വലിയ പോപ്പുലർ ഒന്നുമല്ല. പക്ഷേ തമിഴിൽ ചെന്നൈ റൈനോൺസ് എന്ന് പറയുന്ന ഒരു ആക്ടർ, വിക്രാന്ത് എന്ന് പറയുന്ന ഒരു ആക്ടറുണ്ട്. കിടിലെ കിടിലെ എന്താ പ്ലെയറാ ക്രിക്കറ്റ്. അപ്പോൾ നമുക്ക് അയാളുടെ ആക്ടറും കൂടിയാണ്. അയാളാണെങ്കിൽ ബാറ്റ് ചെയ്യുന്ന കാണുമ്പോഴേ നമുക്കറിയാം, നല്ല പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് കളിക്കുന്ന ഞാൻ തോന്നും. അതേപോലത്തെ ഷോട്ടും നമുക്കത് തോന്നും. പുള്ളിക്കാരൻ്റെ വിക്രാന്തിൻ്റെ കളി കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴേ കഴിഞ്ഞ വർഷം വിക്രാന്തിൻ്റെ കളി മാത്രം എടുത്ത് ഞാൻ നോക്കുമായിരുന്നു. വേറെ ഒരു മനുഷ്യൻ്റെ മലയാളത്തിലുള്ള ഒരു കുഞ്ചക്കോവനൊക്കെ ഉണ്ട്, ബാറ്റ് പിടിക്കാൻ അറിയാത്ത കുഞ്ചക്കോവനൊക്കെ കളിക്കാൻ നിൽക്കുന്നത് എന്തിനാ? ഇതാണ് ലാലേട്ടൻ പറഞ്ഞ ആ ഒരു കഥ, ഓർമ്മിപ്പിക്കലെന്ന് പറഞ്ഞ കഥ ഇതായിരുന്നു. അപ്പം പിന്നെ KCL ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 20-ാം തീയതി മുതൽ അടുത്ത മാസം സെപ്റ്റംബർ 5 വരെയാണ് KCL ഉള്ളത്. അപ്പം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഇവിടെ തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം സ്റ്റേഡിയം അല്ല. അപ്പം ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം ആടൊക്കെ നല്ലതായിരുന്നു, പ്രൊമോ വീഡിയോ ഒക്കെ നല്ലതായിരുന്നു, പക്ഷേ ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.